തിടുക്കപ്പെട്ട് ഞാൻ അങ്ങോട്ട് വന്നല്ലേ. ഇന്നത്തെ സ്കൂളിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കാനാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും മാമ സ്കൂട്ടറൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ കയറി അങ്ങോട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ സ്കൂൾ ആർച്ചെത്തി, മാറിവാന്യോസ് വിദ്യാനഗർ. പോകുന്ന വഴിക്ക് ഞാൻ കുറേ പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ കണ്ടു. എല്ലാം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ സെക്യൂരിറ്റി കാണുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇതാണ് എൻ്റെ സ്കൂള്, സർവോദയ വിദ്യാലയം നാലാഞ്ചിറ. ഫൈനലി ഞങ്ങൾ എത്തി. ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വൈകേണ്ട, ബുക്ക് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങി. അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് കിട്ടി. കണ്ടോ, നിങ്ങൾക്ക് കാണാം, അധികം തിരക്കൊന്നുമില്ല. ഇതാണ് എൻ്റെ ബുക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാം, കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, കുറേ ചെടികൾ ഇവിടെയുണ്ട്. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഫാൻ ഇരിക്കുന്നത്. അവിടെ ചെന്നിരുന്നെങ്കിൽ നല്ല കാറ്റായിരുന്നേനെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിലെ അക്വേറിയം. ഞങ്ങൾ ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഈ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കും. ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, നല്ല കളർഫുള്ളാണ് കാണാൻ. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നിന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രമുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ പാളയം പള്ളിയും മസ്ജിദും അമ്പലവും ഒക്കെ ഒരുമിച്ചുള്ളത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ദാഹിച്ചു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് കടയിൽ കയറി ജ്യൂസ് കുടിക്കാമെന്ന്. അപ്പോൾ അമ്മ 2 ലൈം ഓർഡർ ചെയ്തു. നമ്മുടെ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീകണ്ഠേശ്വരം തട്ടുകടയിലെ പുട്ടുകട. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ ലൈം ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ.